ദീപ തോമസ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് 2024 ഇവിടെ വരുന്നത്. ഞാനിവിടെ വന്നത് ഇവിടെ ഒരു ആൻ്റണീസ് അക്കാദമിയിൽ സൗദി പ്രോമർട്ടിക്ക് പഠിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നുമേ അറിയില്ല. ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആളും തിരക്കും കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് പേടി തോന്നിയിട്ട് ഞാൻ അതുപോലെ തന്നെ തിരിച്ചുപോയി. ഞാൻ പ്രാർത്ഥിച്ചു ഒന്നുമില്ല. ആ വട്ടം ഞാൻ പോയി സൗദി പരീക്ഷ എഴുതി. പക്ഷേങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഫെയിലാകുകയാണ് ചെയ്തത്. അന്ന് എനിക്കൊന്നുമേ ഇതിനെപ്പറ്റി അറിയത്തില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ, ഞാൻ പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ 6 വർഷമായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുമാണ്. പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് ഓരോരോ കണ്ടിന്യൂസ് ഫീവർ വരികയും കണ്ടിന്യൂസ് അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടേ ഇരിക്കും. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. ജസ്റ്റ് നോർമൽ പനി എന്ന് പറഞ്ഞു വിടും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാമേ നെഗറ്റീവായിരിക്കും. ഞാൻ ബാംഗ്ലൂരിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ എഗെയിൻ ഞാൻ സൗദി പ്രോമർട്ടിക്ക് എഴുതാൻ വേണ്ടി ഞാൻ വേറെ ഒരു അക്കാദമി പോയി ചേരുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു, ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നൊരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകും, നീ ഉറപ്പായിട്ടും പരീക്ഷ പാസ്സായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആവട്ടെ ഇവിടെ വന്ന് ആൻറ്റിയുടെ കൂടെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴേ എനിക്കൊരു എവിടുന്ന് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെയായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ വട്ടം പോയി പരീക്ഷ എഴുതിയ പാസ്സാകുമെന്ന്. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് 2025 മാർച്ച് 21 ഞാൻ ഉടമ്പടി എടുത്തു. ഏപ്രിൽ 7 എനിക്ക് എക്സാം ആയിരുന്നു. ഏപ്രിൽ 7 എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു, ഡേറ്റ് എഴുതിയിട്ട് പ്രാർത്ഥിക്കണം, ഞാൻ പോവുകയാണ് മാതാവേ, ഞാൻ പരീക്ഷയിൽ പാസ്സായിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് എഴുതിയിട്ടു, എനിക്ക് 500 മാർക്ക് കിട്ടും സൗദി പ്രോമർട്ടിക്കിന്, ഞാൻ പാസ്സായി, മാതാവ് എൻ്റെ കൂടെ വന്നു എന്നാണ് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടത്. ഞാൻ പരീക്ഷ എഴുതിയപ്പോഴേ കൂടി ഇരുന്നവരെല്ലാം ഡൗട്ട് അടിച്ച് പരീക്ഷ എഴുതിയപ്പോഴും ഞാൻ കൂളായിട്ട് എഴുതി. 2.5 മണിക്കൂറുണ്ടായിരുന്ന എക്സാം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്ത് ഔട്ട് സൈഡ് വന്നപ്പോഴേ എനിക്ക് ഫുള്ള് കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ ഉറപ്പായിട്ടും പാസ്സാകുമെന്ന്. ഞാൻ വീട്ടിലുകാരെ വിളിച്ചും പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പാസ്സാകും, പരീക്ഷ എനിക്ക് ഒന്നുകൊണ്ട് പേടിക്കണ്ടെന്ന്. എന്നെ കളിയാക്കി പലരും പറഞ്ഞു, ഇവളെന്തോ പൈസ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ടാണ് പാസ്സാകുമെന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിലായതുകൊണ്ട് എല്ലാവരും എന്നെ അങ്ങനെയാണ് കളിയാക്കി പറഞ്ഞത്. എന്നാൽ ഞാൻ പരീക്ഷ ഏപ്രിൽ 28 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 500 മാർക്കാണ് പ്രതീക്ഷിച്ചത്. അതിലും ഇരട്ടി തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് ഞാൻ സൗദി എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് മെഡിക്കലിന് വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാട്ടിൽ വന്നു. മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പം മെഡിക്കലിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ ബാലൻസ് അല്ലാതെ നോർമൽ ബ്ലഡ് ടെസ്റ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് കാണിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ലെങ്കിലും സൗദിയിൽ അത് അവർ കാര്യമായിട്ട് എടുക്കുന്നതിനാൽ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്തിട്ടേ പോകാവൂന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു. ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് അഗെയിൻ നോർമൽ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തപ്പം എനിക്ക് ലിവറിന് എൻസൈംസ് വേരിയേഷൻ കാണിച്ചു. 40 വേണ്ടിയ എൻസൈംസ് എനിക്ക് 160, 170 കാണിച്ചത്. അപ്പോൾ ലിവറിന് ഇൻഫെക്ഷൻ ഉണ്ട്, ലിവർ ബയോപ്സി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ കാണിച്ചത്. ലാസ്റ്റായിട്ട് ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു, അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലിവർ ബയോപ്സിയെ പറ്റൂ, വേറെ ഒരു ടെസ്റ്റും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നേഴ്സായതുകൊണ്ടും എനിക്ക് എൻ്റെ ശരീരത്തെ നീഡിൽ കുത്താൻ എനിക്ക് ഇഷ്ടമോ താല്പര്യവും ഇല്ലായിരുന്നു. ഞാൻ അന്ന് തൊട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നും വൈകിട്ട് സന്ധ്യയ്ക്ക് എൻ്റെ അമ്മ എൻ്റെ ദേഹത്ത് വയറിൽ തൊട്ട് ലിവറിൽ തൊട്ട് മമ്മി പ്രാർത്ഥിക്കുമായിരുന്നു. എന്ത് അസുഖം ഉണ്ടെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇത് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഡെയിലി ഞങ്ങൾ 2 നേരവും ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് പോയി ബ്ലഡ് ടെസ്റ്റ് ANA പ്രൊഫൈൽ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പം എനിക്കതിൽ ANA പ്രൊഫൈൽ പോസിറ്റീവ് കാണിച്ചു. പക്ഷേ എനിക്കൊരു വിഷമവും തോന്നിയില്ല. എൻ്റെ അമ്മ മാറ്റി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പോസിറ്റീവ് കാണിച്ചെങ്കിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ചേച്ചിക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, ഞാൻ എങ്ങനെ സൗദി പോകും, ഈ ടെസ്റ്റ് ബാലൻസ് എല്ലാം ക്ലിയറായി, മെഡിക്കൽ ക്ലിയർ ആവാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. എന്നാൽ ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് കേരളത്തിലെ ഒട്ടുമിക്ക ഡോക്ടറിലും ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചു. എല്ലാവരുമേ എന്നോട് പറഞ്ഞത് ലിവർ ബയോപ്സി അല്ലാതൊരു ഓപ്ഷൻ ഇല്ല എന്നാണ്. എന്നാൽ ഞാൻ ബാംഗ്ലൂരിൽ പോയി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു ലിവർ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, നിൻ്റെ വെയിറ്റും എല്ലാം ഇപ്പോൾ കൂടിയിട്ടുണ്ട്, നീ പഴയ പോലത്തെ ഒരാളല്ല, ഇപ്പോൾ പണ്ട് ഞാൻ ഒത്തിരി മെലിഞ്ഞിരുന്ന വ്യക്തിയാണ്, ഇപ്പം നിനക്ക് ആരോഗ്യം വെച്ചിരിക്കുന്നു, നിൻ്റെ ശരീരത്ത് ഒന്നുമേ കാണത്തില്ല, നീ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിനക്ക് സൗദി പോകാം, നിൻ്റെ ഡ്രീം നിനക്ക് സക്സസ് ആക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ ടെസ്റ്റ് ചെയ്യാതെ നാട്ടിൽ തന്നെ എഗെയിൻ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വരുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് വന്നു. എനിക്ക്
പോകുന്നതിന് രാവിലെ ഞാൻ ഉപ്പെടുത്ത് വായിൽ വെച്ചിട്ട് കുറച്ച് വെള്ളവും കുടിച്ചിട്ടാണ് പോയത്. എൻ്റെ ബ്ലഡിൽ ഈ ഉപ്പ് കലർന്ന് യേശുവിൻ്റെ ദൈവനാമത്തിൽ എല്ലാ അസുഖങ്ങളും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകണം, റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കുമെന്ന് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടിട്ടാണ് പോയത്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് എനിക്ക് ബുധനാഴ്ചത്തെ വൈകിട്ടത്തിന് റിപ്പോർട്ട് കിട്ടി. ചൊവ്വാഴ്ച ഞാൻ ആദ്യം വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് റിപ്പോർട്ട് റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്തോ പ്രോബ്ലം ഉണ്ട് അഗെയിൻ, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. എന്നാൽ ബുധനാഴ്ച എനിക്ക് റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ ANA പ്രൊഫൈൽ പോസിറ്റീവ് എന്ന് കാണിച്ച സ്ഥാനത്ത് എനിക്ക് നെഗറ്റീവാണ് കാണിച്ചത്. ദൈവം എന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് എന്നെ രക്ഷിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അറിയിക്കുകയും ഡെയിലി യൂട്യൂബിൽ വീഡിയോ കാണുകയും അതെല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. ഇവിടെ എന്താ നടക്കുന്നത്, എന്ത് പ്രാർത്ഥന ഒന്നുമേ എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഞാനൊരു ക്രിസ്ത്യൻ ദൈവവിശ്വാസിയാണെങ്കിൽ പോലും എനിക്കിതിനെപ്പറ്റി അങ്ങനെ താല്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആൻറ്റി പറഞ്ഞതിൻ്റെ പ്രതി ഞാൻ ഇവിടെ വന്ന് എന്താ നടക്കുന്നത്, എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും അത്ഭുതം നടന്നാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം മാതാവ് സഹായിച്ച് ഈ സെപ്റ്റംബർ 10 രാത്രി ഞാൻ സൗദിക്ക് പോവുകയാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആൻറ്റി എന്നോട് പറഞ്ഞായിരുന്നു, ഉപ്പ് നീ കയ്യിൽ കൊണ്ടുപോകണം, കൊണ്ടുപോയിട്ട് അവിടെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ട് ഇട്ടിട്ട് വേണം പ്രാർത്ഥിക്കാനെന്ന്, പരീക്ഷ തുടങ്ങാനെന്ന്. പക്ഷെങ്കിൽ പ്രോമറ്റിക് എക്സാമിനൊന്നുമേ അവർ ഇൻസൈഡ് കയറ്റത്തില്ല. സോ ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ കയ്യിൽ നഖം വളർത്തുന്നുണ്ടായിരുന്നു. ഞാൻ തലയിൽ ഉപ്പ് തലമുടിയുടെ ഇടയ്ക്കിട്ടു. ഇട്ടിട്ട് പരീക്ഷാ സെൻറ്ററിൽ ചെന്നിരുന്ന് ഞാൻ നഖം കൊണ്ട് തലയിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇട്ടു. എന്നെ പലരും വാച്ച് ചെയ്തു ഞാൻ എന്തോ അവിടെ നിന്ന് എടുക്കുകയാണെന്ന് വെച്ച്. അവർ വന്നപ്പോൾ ഞാൻ എൻ്റെ മണ്ടയ്ക്ക് മൗസ് എടുത്ത് വെച്ചിട്ട്, ഉപ്പിൻ്റെ മണ്ടയ്ക്ക് മൗസ് വെച്ചിട്ട് ഞാനിരുന്ന് ക്ലിക്ക് ചെയ്തു. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് തുടക്കത്തിലേ പറഞ്ഞായിരുന്നു, മാതാവ് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യും, ശരിയാക്കി തന്നേക്കണം, ഞാൻ ഈ പ്രാവശ്യം സൗദിക്ക് പോകും. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു. എനിക്ക് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. ഇറങ്ങിയപ്പോഴും ഞാൻ അതേപോലെ ആ ഉപ്പ് അവിടെ തന്നെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോവാണ്, ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു. ഇനി മാതാവായിരിക്കണം എൻ്റെ ഇത് കമ്പ്യൂട്ടറിലെ ആൻസേഴ്സ് നോക്കേണ്ടത്, വേറെ ആരും നോക്കരുത്, ഞാൻ പാസ്സാവുകയും ചെയ്യണമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് നല്ല മാർക്ക് കിട്ടി, ഞാൻ പാസ്സാവുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ ശരീരത്തിന് മേലെ ഒരു അസുഖമില്ല. ഡോക്ടർ പറഞ്ഞത് എന്നോട് ലിവർ ടെസ്റ്റ് ചെയ്തിട്ട് നീ തിരിച്ച് ബാംഗ്ലൂർ വന്ന് എന്നെ കാണിക്കണം, റിപ്പോർട്ട് കാണിച്ചിട്ട് നീ സൗദിക്ക് പോകാമെന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ റിപ്പോർട്ട് കണ്ട് ഞാൻ എൻ്റെ മാതാവുമായിട്ട് കൺഫേം ചെയ്തു എനിക്കിനി ഒരു അസുഖവും ഇല്ല, എൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പമില്ലെന്ന്. ഞാൻ ഇതുവരെ ഡോക്ടറിനെ കാണാനും പോയിട്ടില്ല. ഈ അടുത്ത ബുധനാഴ്ച ഞാൻ രാത്രി ഫ്ലൈറ്റ് പോവുകയാണ്. പോകാനുള്ള പാക്കിംഗ് അല്ലാതെ ഞാൻ ഒരു ഡോക്ടറിനെ ഒരു ടെസ്റ്റും ഇനിയും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ മാതാവ് എന്നെ കാത്തുകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവിടെ ചെന്നിട്ടും മാതാവ് എന്നെ കാക്കും, എനിക്കൊരു കുഴപ്പവും വരുത്തത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം മഹത്വത്തിന് നന്ദി. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അവിടുത്തെ പേഷ്യൻറ്റിന് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ നഴ്സിംഗ് പഠിച്ച് 2 വർഷത്തെ ജോലി ചെയ്തെങ്കിലും എനിക്ക് നഴ്സിംഗ് ഫീൽഡ് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും നഴ്സിംഗ് വിട്ട് വേറെ ഒരു ജോബ് നോക്കണം എന്ന് അതിനാൽ വേണ്ടിയാണ് ഞാൻ സൗദി പോകാമെന്ന് തീരുമാനിച്ചത്. അവിടെ പോയി പൈസ ഉണ്ടാക്കുക, വേറെ ഒരു ജോബ് നോക്കുക എന്നായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെങ്കിൽ ഇപ്പോൾ ഞാൻ പേഷ്യൻസിനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാ പേഷ്യൻറ്റിനെ എനിക്ക് സ്വന്തം പപ്പയും മമ്മിയും ഞാൻ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു അതുപോലെ ഞാൻ അവരെയും ടേക്ക് കെയർ ചെയ്യും. എനിക്ക് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവർക്ക് ചെയ്യും. ഇപ്പോൾ വഴിയിൽ പോകുന്നവരായാലും ബസ്സിലായാലും ഒരു ഹെൽപ്പ് ചോദിച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യുക. എല്ലാ ദിവസവും അച്ഛൻ്റെ പ്രെയർ കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. നമ്മുടെ വില എത്രമാത്രമാണെന്ന് ഈശോ നമ്മോട് തന്നെ പറയുകയാണ്. അനേകം കുരുവികളേക്കാൾ നാം വളരെ വിലപ്പെട്ടവരാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ആദത്തെ സൃഷ്ടിച്ചത് എന്ന് നാം വായിക്കുന്നുണ്ട്. അത്രമാത്രം ദൈവത്തിൻ്റെ അതേ സ്വഭാവവും രൂപവുമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ നാം വളരെ മനോഹരമാണ് എന്ന് ദൈവം കണ്ടു. അങ്ങനെയുള്ള ഒരു സൃഷ്ടികളാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഈശോ നമ്മെ വളരെയധികം വിലയുള്ളവരായിട്ടാണ് നമ്മെ ബഹുമാനിക്കുന്നതും കാണുന്നതും. ഉടമ്പടിയുടെ ഉറപ്പിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ദീപ നമ്മോട് പങ്കുവച്ചത്. ഞാൻ ഏതെല്ലാം എക്സാം എഴുതിയാലും സൗദി എക്സാമിന് പോകുമ്പോൾ ഈ മകൾ ഇവിടെ എഴുതി വെച്ച് പോയി, ഞാൻ പാസ്സായിട്ട് തിരിച്ചു വരൂ, ഞാൻ പാസ്സാകും. അതാണ് ഉടമ്പടിയുടെ ഉറപ്പ്.
ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സാക്ഷ്യം ഒരു ജീവിത മൂല്യമാണ്, നാം ജീവിത രീതിയാണ് നാം മറ്റുള്ളവർക്ക് കൈമാറുന്നത്. 23 ഭാഷകളിലേക്ക് ഈ ഉടമ്പടി വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നാം ഓരോരുത്തരുടെയും ഭാഗവാക്കുകളാണ്, നാം ഓരോരുത്തരുടെയും ജീവിതമാണ് നാം കൊടുത്തിരിക്കുന്നത്. ഈശോയുടെ അത്ഭുതം എന്നും ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് എല്ലാ സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും സാഹചര്യങ്ങളിലും എല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മയെ വീണ്ടും ക്ഷണിക്കാം. ഇവിടെ സങ്കടപ്പെടുത്തി വന്നിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.